ഹലോ ഗൈസ്, ഇനി ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ ഈ അടുത്ത് ഓൺലൈനായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഐ വിൽ ഷോ യു, ബിക്കോസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇഡ്ലി ചെമ്പ് കാണിച്ചു തരാം. ഇതാണ് ലാസ്റ്റ് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തത്. ഇപ്പം ഇതൂട്ടിന് 6 months കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ കുറേശ്ശെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീം ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് എൻ്റെ കയ്യിൽ സ്റ്റീമർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റീമറായിട്ട് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് ഇഡ്ഡലി കുക്കറാണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പും കുക്കറും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എനിക്ക് സ്റ്റീം ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സ്റ്റീമർ ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇപ്പോൾ അവന് മാത്രമല്ലാതെ മൊത്തത്തിൽ എല്ലാ ഐറ്റംസും കുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കോമൺ ആയിട്ട് വാങ്ങാമായിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഇഡ്ഡലി തട്ട്. ഇതിൽ 5 തട്ടുകൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഇഡ്ഡലി തട്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അത്യാവശ്യം വലിപ്പമുണ്ട്. കാരണം ഞാൻ ഇത്രയും സൈസ് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം. ഇതിൽ 2 ഇഡ്ഡലി തട്ട്, അതുപോലെ ഒരെണ്ണത്തിൽ നമുക്ക് 7 എണ്ണം, മൊത്തം 14 എണ്ണം ഒറ്റ സെറ്റിൽ ഉണ്ടാക്കാം. ഇത് കോപ്പറാണ് അടിയിൽ വരുന്നത് കേട്ടോ. കോപ്പറാണ് താഴ്ഭാഗത്ത്. നമുക്കിത് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം. അപ്പോൾ 2 ഇഡ്ഡലി തട്ട്, അതുപോലെ ഒരു സ്റ്റീമറിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 വേറെ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന 2 തട്ട്. അങ്ങനെ മൊത്തം 5 തട്ട് വരുന്ന ഒരു ഇഡ്ഡലി ചെമ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഈ ഒരു ഞാൻ വാങ്ങിയ പ്രൈസിന് ഇത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ക്വാളിറ്റിയും അതുപോലെ സൈസും ഉണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ എടുത്ത ഡിസിഷൻ നല്ലതായിരുന്നു. ഇനിയൊരു സ്റ്റീലിൻ്റെ ഫീഡിങ് ബോട്ടിൽ കാണിച്ചു തരാം. ഇത് കിഡ്ബി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ റിവ്യൂസൊക്കെ നോക്കി വാങ്ങിച്ചതാണ്. ഇത് ഇതുകൂട്ടനെ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ നിപ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതെനിക്കൊരു ഡിസഡ്വാൻറ്റേജ് തോന്നിയത് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ പോവും. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യാനല്ലാത്തതുകൊണ്ടല്ല, ഇടയ്ക്ക് 1-2 സിപ്പൊക്കെയാണല്ലോ ഇപ്പോൾ കൊടുക്കുള്ളൂ. അവർക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കുറച്ചധികം വെള്ളം നമ്മൾ കൊടുത്തു തുടങ്ങുള്ളൂ. ഇപ്പോൾ പിന്നെ ഭയങ്കര ചൂടും കൂടി ആയ കാരണം ഞാൻ ന്യൂ ബോൺസിനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പം 6 months കഴിഞ്ഞ് വെള്ളം കൊടുക്കാനായ കാരണമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അവന് ഫീഡിങ് പാല് കുടിക്കുന്ന ബോട്ടിൽ ഞാൻ ഫിലിപ്സിൻ്റെ എവൻ്റാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതോടെ ഉപയോഗിച്ചിരുന്നത് ഫിലിപ്സ് എവൻ്റിൻ്റെ ഈ ഒരു ബോട്ടിലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി വലുതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവൻ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ കുടിച്ചു തുടങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ അവന് ഫോമുല ഫീഡ് ചെയ്യുന്ന ബോട്ടിൽ കേട്ടോ. സ്റ്റീൽ ബോട്ടിൽ ഞാൻ വെള്ളം കൊടുക്കാനാണ് യൂസ് ചെയ്യാറ്.